ഹലോ എവ്രി വൺ, സൂരജാണ് ലേഹിലിയോസ്നം. ഞാൻ ആക്ച്വലി ഇന്ന് വന്നിരിക്കുന്നത് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാൻ വേണ്ടിയാണ്. നമുക്ക് ആക്ച്വലി ഒരു ഹൈബ്രിഡ് സിസ്റ്റം ഉള്ള ഒരു കസ്റ്റമേഴ്സ് ഇല്ലെ ഹൈബ്രിഡ് വെക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് എക്സ്പെക്റ്റേഷൻ വേഴ്സസ് റിയാലിറ്റി എന്നൊരു ഫാക്റ്റ് ഉണ്ട്. അപ്പം റിയാലിറ്റി എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇത് ആക്ച്വലി യൂസ് ചെയ്ത് നോക്കിയെങ്കിൽ മാത്രമേ നമുക്ക് എന്താണ് റിയാലിറ്റി ഉണ്ടെന്ന് അറിയാൻ പറ്റുള്ളൂ. അതായത് ഒരു ഹൈബ്രിഡ് സിസ്റ്റം വെക്കുമ്പോൾ ശരിയാണ്, നമുക്ക് ഒരിക്കലും കറണ്ട് പോവാത്ത രീതിയിലുള്ള ഒരു സിസ്റ്റമാണ് നമ്മൾ ഹൈബ്രിഡ് സിസ്റ്റം എന്ന് പറഞ്ഞത്. കാര്യം ഡിഫറെൻ്റ് ആയിട്ടുള്ള സോഴ്സുകളെ എടുത്തിട്ട് ഒരു അൺഇൻറ്ററപ്റ്റഡ് ആയിട്ടുള്ള പവർ കൊടുക്കുക എന്നുള്ളതാണ് ഹൈബ്രിഡ് സിസ്റ്റത്തിൻ്റെ ഒരു ഒരു രീതി. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ഒരു എസ്പെഷ്യലി 2024 മുമ്പ് നമ്മൾ ഒരു മിനിമം ക്വാണ്ടിറ്റി ബാറ്ററി മാത്രം വെച്ചിട്ടാണ് സിസ്റ്റം കോൺഫിഗർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനകത്ത് എന്താ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ, നമുക്ക് ഈ വൈകിട്ടത്തെ TOD ബില്ലിങ് എസ്പെഷ്യലി നമുക്ക് പീക്ക് അവേഴ്സ് കുറച്ചുകൂടി കൂടുന്ന സിറ്റുവേഷൻ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹൈബ്രിഡ് സിസ്റ്റം ചെയ്യുമ്പോഴത്തേക്ക് വൈകിട്ട് 6 മണി തൊട്ട് 11:30 വരെ, ഇല്ലെങ്കിൽ പീക്ക് അവേഴ്സ് ഏറ്റവും കൂടുതൽ നിങ്ങൾ എത്ര യൂസ് ചെയ്യുന്നത് നോക്കിയിട്ട് അതും കൂടെ അനുസരിച്ചിട്ടാണ് നമ്മൾ ബാറ്ററി ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നേരത്തെ എന്ന് പറഞ്ഞാൽ ഒരു 5 കിലോ വാട്ട് സിസ്റ്റത്തിൽ ഒരു 5 കിലോ വാട്ട് ബാറ്ററി മാത്രമാണ് നമ്മൾ വെച്ചിരുന്നത്. അപ്പം അത് കുറച്ച് നേരത്തേക്കുള്ള കറണ്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ അത് ഈസിലി മാനേജ് ചെയ്യുമായിരുന്നു. ഇപ്പോൾ നമ്മൾ എത്ര യൂണിറ്റ് ആണ് ഇപ്പോൾ ഈ വിൻഡോയിൽ വൈകിട്ട് 6 മണി തൊട്ട് ഒരു 11 മണി വരെ നിങ്ങളൊരു 7 യൂണിറ്റ് ഉണ്ടെങ്കിൽ അതിനുവേണ്ടി മാത്രം തന്നെ ഒരു 10 കിലോ വാട്ട് ബാറ്ററി നമ്മൾ സെപ്പറേറ്റ് വെക്കേണ്ടി വരും. കാര്യം എന്തെങ്കിലും നമുക്ക് നിലവിലുള്ള സാഹചര്യത്തിൽ ഇലക്ട്രിസിറ്റി ബില്ലിന്റെ എന്താണ്, ഇല്ലെങ്കിൽ അത് നള്ളിഫൈ ചെയ്യുന്ന രീതിയിലോട്ട് ഈവൻ ഹൈബ്രിഡ് സിസ്റ്റം വെച്ചാലും മാറുള്ളൂ. ഇനി അടുത്ത കാര്യം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഒരു ഹൈബ്രിഡ് സിസ്റ്റം ഇപ്പം നിലവിൽ പല ടൈപ്പിലെ സിസ്റ്റങ്ങളുണ്ട്. അതായത് സിംഗിൾ ഫേസ് ഉണ്ട്, 3 ഫേസ് ഉണ്ട്. അതിനകത്ത് എനിക്ക് പറയാനുള്ള കാര്യം തന്നെ, നമുക്ക് ഈ ഹൈബ്രിഡ് സിസ്റ്റങ്ങളിൽ ലോ വോൾട്ടേജ് സിസ്റ്റങ്ങളുണ്ട്, ഹൈ വോൾട്ടേജ് സിസ്റ്റങ്ങളുണ്ട്, AC കപ്പിൾഡ് സിസ്റ്റങ്ങളുണ്ട്, DC കപ്പിൾഡ് സിസ്റ്റങ്ങളുണ്ട്. ഇങ്ങനെ കുറേ തരത്തിലുള്ള സിസ്റ്റങ്ങളുണ്ട്. അപ്പോൾ ഏത് സിസ്റ്റം വേണമെന്നുള്ളത് ഒരു പ്രൊഫഷണൽ ഇൻ്റഗ്രേറ്റർ ആണ് ആ സൈറ്റിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് കസ്റ്റമർക്ക് സജസ്റ്റ് ചെയ്യാറുള്ളത്. എന്നാലും ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞോട്ടെ. ഒരു 5 കിലോ വാട്ട് സിസ്റ്റം നമ്മൾ സാധാരണ വീടുകളിൽ വെക്കുന്നത് നമുക്കൊരു 5 കിലോ വാട്ട് വരെ ആണ് സിംഗിൾ ഫേസ് സിസ്റ്റം വെക്കുന്നത്. 5 കിലോ വാട്ടിന് മുകളിലോട്ട് നമ്മൾ വെക്കുമ്പോഴത്തേക്ക് അത് 3 ഫേസ് സിസ്റ്റം ആയിരിക്കും വെക്കുന്നത്. കഴിയുന്നതും 3 ഫേസ് സിസ്റ്റം ആയതുകൊണ്ട് നമ്മൾ മിനിമം ഒരു 10 കിലോ വാട്ടിൻ്റെ സിസ്റ്റമെങ്കിലും ആണ് കൂടുതലും നമ്മൾ കസ്റ്റമേഴ്സിന് സജസ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ പെർ ഫേസിൽ നമ്മൾ ചെറിയ സിസ്റ്റത്തിലോട്ട് വരുമ്പോഴത്തേക്ക് പവർ നമുക്ക് ഡിവൈഡ് ചെയ്ത് പോകാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ഓക്കെ, അപ്പം അതാണ് ഇങ്ങനെയാണ് രണ്ട് കാര്യം വെക്കുന്നത്. പിന്നെ ഒരു ഇൻവെർട്ടർ സെലക്ട് ചെയ്യുന്നതിനും ബാറ്ററിയുടെ കപ്പാസിറ്റി സെലക്ട് ചെയ്യുന്നതിനും ഒത്തിരി നമ്മൾ മാനദണ്ഡങ്ങളുണ്ട്, റൂൾസ് ഉണ്ട്. സാധാരണ ഗതിക്ക് നമ്മൾ ഒരു വീട്ടിൽ ഒരു കണ്ടിന്യൂസ് ലോഡ് വരുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇൻവെർട്ടറിന്റെ ഇപ്പോൾ ഒരു 5 കിലോ വാട്ട് ഇൻവെർട്ടർ ആണ്, കണ്ടിന്യൂസ് ലോഡ് നമുക്കൊരു 4 കിലോ വാട്ട് ഉണ്ടെങ്കിൽ ഒരു 5 കിലോ വാട്ടിന്റെ ഇൻവെർട്ടർ നമുക്ക് വെക്കാം. അതായത് ഞാൻ പറഞ്ഞാൽ, നമുക്ക് 5 കിലോ വാട്ട് ലോഡുണ്ട്, 5 കിലോ വാട്ട് തന്നെ നമുക്ക് വെക്കുന്നെങ്കിൽ നമുക്ക് 5 കിലോ വാട്ടിനേക്കാൾ മുകളിൽ ഇൻവെർട്ടർ കപ്പാസിറ്റി വെക്കുന്നതാണ് നല്ലത്. നമുക്കൊരു ബ്രീത്തിങ് സ്പേസ് കൊടുക്കുക. അതൊരു റൂളാണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ബാറ്ററിയുടെ കേസ്. ബാറ്ററി നമുക്ക് ലിഥിയം ബാറ്ററി നമുക്കറിയാം. ഈ ഒരു ബിസിൽ അതിനകത്ത് 2 ബാറ്ററി ഉണ്ട്. ഈ ഒരൊറ്റ ബാറ്ററി തന്നെ നമുക്ക് ഇതിന് മുമ്പുണ്ടായിരുന്ന ലെഡ് ആസിഡ് ബാറ്ററികളെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് സ്പേസ് കുറവാണ്. ഒരു 150 Ahന്റെ 4 ബാറ്ററിക്ക് തുല്യമാണ് ഈ ഒരൊറ്റ ബാറ്ററി. പക്ഷെ എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ, നമുക്ക് ലെഡ് ആസിഡ് ബാറ്ററി ആണെങ്കിൽ ഈ നമുക്ക് ഉപയോഗിക്കുന്നതിന്റെ 50% ഉപയോഗിക്കാൻ കിട്ടുമായിരുന്നെങ്കിൽ ഇതിനകത്ത് നമുക്ക് 90% നമുക്ക് ഉപയോഗിക്കാൻ കിട്ടും. പക്ഷെ ഈ ഒരു ബാറ്ററിക്കുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ, ഇതിന്റെ പവർ ഡെലിവറി ഒരു 5 കിലോ വാട്ടിന്റെ ബാറ്ററിക്ക് 5 യൂണിറ്റ് സ്റ്റോറേജ് ഉണ്ട്. പക്ഷെ അതിന് നമുക്ക് അറ്റ് എ ടൈം വേറെ അതർ സോഴ്സുകളൊന്നും ഇല്ലാത്ത സമയത്ത്, എസ്പെഷ്യലി KCB കറണ്ടോ ഇല്ലെങ്കിൽ സോളാർ പവറോ ഇല്ലാത്ത സമയത്ത് ബാറ്ററിന്ന് മാത്രം എടുക്കുമ്പോൾ ഈ ഒരു 5 കിലോ വാട്ട് ഇൻവെർട്ടർ, ഈ 5 കിലോ വാട്ട് ബാറ്ററി ഈ 5 കിലോ വാട്ട് ഇൻവെർട്ടറുമായിട്ട് കണക്ട് ചെയ്ത് പ്രവർത്തിക്കുന്ന സമയത്ത് ഇതിന്റെ ബാറ്ററിയുടെ റേറ്റിംഗ് 0.5C. അപ്പോൾ എന്താ വെച്ചാൽ 0.5C റേറ്റിംഗ് ഉള്ള സിറ്റുവേഷനിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ അതായത് 0.5C എന്ന് പറഞ്ഞാൽ 2.5 കിലോ വാട്ടാണ് ഒരു ബാറ്ററിക്ക് മാത്രം സപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്നത്. മനസ്സിലായി? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു 3 കിലോ വാട്ട് ലോഡ് ഉണ്ട്, ബാറ്ററി മാത്രം എടുക്കുക, 2.5 കിലോ വാട്ടിന് മുകളിൽ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും വാർണിംഗ് കാണിക്കും. മനസ്സിലായി? അപ്പം 2 ബാറ്ററി ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 ബാറ്ററി ആഡ് ചെയ്യുമ്പോൾ മൊത്തം നമുക്ക് 10 കിലോ വാട്ട് സ്റ്റോറേജ് ഉണ്ട്. പക്ഷെ എന്നാൽ നമുക്ക് എന്ത് പറ്റും, അത് 5 കിലോ വാട്ട് നമുക്ക് അറ്റ് എ ടൈം നമുക്ക് പവർ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ആണ് ഒരു എന്താണ് റൂള്. നമുക്ക് ഇൻവെർട്ടറിന്റെ കേസ് ആണെങ്കിൽ മാക്സിമം 70 to 80% ലോഡ് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ ബാറ്ററിയുടെ കേസ് ആണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ 0.5C റേറ്റിംഗ് ആണെങ്കിൽ
പകുതിയെ നമുക്ക് യൂസ് ചെയ്യാൻ കിട്ടത്തുള്ളൂ. അതായത് പവർ ഡെലിവറി വരുള്ളൂ. വേറെ അതർ സോഴ്സുകളൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അതായത് സോളാർ പവറോ ഗ്രിഡോ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പം ഇത് എന്താ സംബന്ധിച്ചാൽ ഈ വീട്ടിൽ ആക്ച്വലി നമ്മൾ ഒരൊറ്റ ബാറ്ററി മാത്രമേ ഇതുവരെ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ഇത് ചില സമയങ്ങളിൽ അവർ 3.3 കിലോ വാട്ടിന്റെ ഇ വി ഒക്കെ നമുക്ക് കണക്ട് ചെയ്തിട്ട് വർക്ക് ചെയ്യിക്കും. അത് ഡേ ടൈമിൽ ഒരു ഒരു ചേഞ്ച് ഓവറിൽ ഒരു സൈഡ് സോളാർ ഒരു സൈഡ് ഇ വി മറ്റേ KCB ആയിട്ട് കണക്ട് ചെയ്ത് ഈ സിസ്റ്റമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ത് വെച്ചാൽ ഡേ ടൈമിലാണെങ്കിൽ കറണ്ട് ഇല്ലാത്ത സമയത്തും സോളാർ പാനലിൽ നിന്നും ഈ ഒരു ബാറ്ററിയിൽ നിന്നും ഷെയർ ചെയ്ത് ബാക്കപ്പ് ഔട്ടിൽ കൂടെ ഇ വി ചാർജ് ചെയ്യായിരുന്നു. പക്ഷേ ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു സിസ്റ്റം നമ്മളൊരു ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റമാണ്. നമുക്ക് എല്ലാ കാര്യങ്ങളും വൺസ് ഇന്റഗ്രേഷൻ ചെയ്താലും വലിയ പ്രോബ്ലം ഇല്ലാതെ അത് വർക്ക് ചെയ്തോളും, ശരിയാണ്. പക്ഷെ നമ്മൾ ലോഡ് കൊടുക്കുന്നതും ലോഡ് മാനേജ് ചെയ്യുന്നതും നമ്മളൊന്ന് ശ്രദ്ധിച്ച് തന്നെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുക. ഉദാഹരണത്തിന് ഈ ഈ ഈ ഒരു സിസ്റ്റത്തിൽ ഈവൻ ഒറ്റ ബാറ്ററി വെച്ചിട്ടുള്ള സിസ്റ്റം ആണെങ്കിലും 5 കിലോവാട്ടിൽ ഞാൻ പറഞ്ഞു ഇ വി ചാർജ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. പക്ഷെ ആ സ്ഥലത്ത് തന്നെ നമ്മൾ ഈവനിങ് കറണ്ട് ഇല്ലാത്ത സമയത്ത് ഈ ബാറ്ററിയിൽ നിന്ന് നമ്മൾ ഇ വി ചാർജ് ചെയ്യണം. എന്ത് പറ്റും? ഇതിന് ഒറ്റ ബാറ്ററി ഉള്ളെങ്കിൽ അതിന് 2.5 കിലോവാട്ട് സപ്പോർട്ട് ചെയ്യാനുള്ള ഇതേ പവർ ചെയ്ത് കൊടുക്കുകയുള്ളൂ. ഇതിന് 5 കിലോവാട്ടിന് ഇൻവെർട്ടർ ശേഷി ഉണ്ടെങ്കിലും. അപ്പൊ അങ്ങനെ വരുവാണെങ്കിൽ എന്ത് ചെയ്യും? ഇത് ഈ ഇൻവെർട്ടറും ഇല്ലെങ്കിൽ ബാറ്ററി വാർണിംഗ് അടിച്ചു പോകും. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നിട്ടും അങ്ങനെ വാർണിംഗ് ആയിട്ട് നമ്മളിത് റിപ്പയർ ചെയ്തിട്ട് തിരിച്ചു കൊണ്ടുവന്നതാണ്. അതിനിടയ്ക്ക് പുതിയ ബാറ്ററി വാങ്ങിച്ചു വെച്ചു. ഇപ്പൊ 10 കിലോവാട്ട് ആണ്. ഇതിനകത്ത് ഒരു കാര്യം കൂടെ പറയട്ടെ, ഡെയിയുടെ സർവീസിന്റെ സിറ്റുവേഷൻ ഇതൊക്കെയാന്ന് പറഞ്ഞാൽ ഞാൻ വേറൊരു വീഡിയോയിലും പറഞ്ഞിരുന്നു. അവര് ആസ് എൻ ഇന്റഗ്രേറ്റേഴ്സ് നമ്മുടെ സൈഡിൽ നിന്ന് പോയി സൈറ്റ് വിസിറ്റ് ചെയ്തിട്ട് ചെക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറയും. എല്ലാം നമ്മൾ നോക്കും. അത് കഴിഞ്ഞിട്ട് അവർ സൈറ്റിൽ നിന്ന് വന്ന് നോക്ക്, അല്ല സൈറ്റിൽ വിസിറ്റ് ചെയ്തതിന് പകരം ഇത് നമ്മൾ അയച്ചു കൊടുക്കാൻ പറയും. അയച്ചു കൊടുത്തിട്ട് ബാംഗ്ലൂർക്കാണ് പോകുന്നത്. ഇപ്പൊ കേരളത്തിൽ എത്രയോ സൈറ്റുകളിൽ ഇത് ഹൈബ്രിഡ് സിസ്റ്റം ഇൻസ്റ്റലേഷൻ ചെയ്യുന്നു. അപ്പോൾ അത് ഈ എന്തെങ്കിലും ഇഷ്യൂ, ഇൻവെർട്ടറോ ബാറ്ററിയോ, ഇതിനു മുമ്പ് ഒരു ഇൻവെർട്ടറിന് ഇതിനു മുമ്പ് ഇപ്പൊ ഒരു ഇൻവെർട്ടർ നമ്മൾ അങ്ങനെ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ട്. നമ്മളത് അങ്ങനെ അവർ പാക്ക് ചെയ്തിട്ട് നമ്മളത് അയച്ചിട്ടുണ്ട്. ഇത് അതുകൊണ്ട് തന്നെ ഒരു മാസം മുമ്പ് കയറ്റി അയച്ചിട്ട് ഇപ്പൊ ഇപ്പോഴാണ് വന്നത്, 2 ദിവസം മുമ്പാണ് വന്നത്. അപ്പൊ ഇങ്ങനെ ഒരു സർവീസ് ഡിലേയുടെ സംഭവം ഡെയിയുടെ സൈഡിൽ നിന്ന് വരുന്നുണ്ട്. അത് ഞാൻ ജസ്റ്റ് അറിയിച്ചെന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ ബാക്ക് ടു ദ ടോപ്പിക്. അപ്പം നമ്മൾ ഈ ഒരു ഹൈബ്രിഡ് സിസ്റ്റം പ്രത്യേകിച്ച് പ്രോപ്പർ ആയിട്ടുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒരു തലവേദന ഇല്ലാതെ വർക്ക് ചെയ്തോളൂ. പക്ഷെ നമ്മൾ ഇതിനകത്ത് എന്തെങ്കിലും ഒരു കാര്യം, അതായത് ഇപ്പൊ എസ്പെഷ്യലി നമ്മൾ കറണ്ട് ഇല്ലാത്ത സമയത്ത് ഇതെങ്ങനെയാ വർക്ക് ചെയ്യുന്നുള്ള കാര്യത്തിൽ ഒരു ബോധം നമുക്ക് വേണം. എന്തെങ്കിലും നമുക്ക് ഇത് വ്യക്തമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കാര്യം ഇതിന് ഒരു ബാറ്ററി ഉള്ളെങ്കിൽ 2.5 കിലോവാട്ട് ഇത് എടുക്കുകയുള്ളൂ. ഒറ്റ ബാറ്ററി ഉണ്ടായിരുന്നുള്ളൂ ഇതിനു മുമ്പ്. അപ്പൊ ആ സമയത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇത് ചില വീടുകളിൽ സംഭവിക്കാം. കാര്യം AC ഉണ്ടാവും. നമ്മൾ വീടുകളിൽ കറണ്ട് പോകുന്ന ഹൈബ്രിഡ് സിസ്റ്റം വെച്ചാൽ അറിയത്തില്ല. അപ്പം ഒരു സിംഗിൾ ഫേസ് സിസ്റ്റത്തിന് 3 കണ്ടീഷൻ ഉണ്ട് ഗ്രിഡിനെ സോഴ്സ് ആയിട്ട് എടുക്കാൻ. അതായത് KCB കറണ്ട് വേണം, നമ്മൾ ഒരു വോൾട്ടേജ് റേഞ്ച് ഇൻവെർട്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്, ആ റേഞ്ചിൽ വരണം, അതുപോലെ ഫ്രീക്വൻസി പ്രോപ്പർ ആയിട്ട് വരണം. അപ്പൊ ഈ 3 കണ്ടീഷൻ ഉണ്ടെങ്കിൽ മാത്രമേ KCBയിൽ ഗ്രിഡിനെ സോഴ്സ് ആയിട്ട് എടുത്തിട്ട് ഗ്രിഡ് ബൈപ്പാസ് ചെയ്ത് വർക്ക് ചെയ്യത്തുള്ളൂ. ബാറ്ററി ഇല്ലാത്ത സമയത്ത് എസ്പെഷ്യലി ബാറ്ററിയുടെ സ്റ്റോറേജ് കുറവാണെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ആ ഒരു കണ്ടീഷൻ വളരെയധികം ഇതാണ്. എസ്പെഷ്യലി മഴ ഉള്ള സമയത്തൊക്കെ ഇപ്പം കറണ്ട് ഈ ഗ്രിഡ് എടുക്കുന്നില്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായാൽ അതനുസരിച്ച് നമ്മൾ ഉപയോഗിക്കുക. അപ്പം ഗ്രിഡ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഓവർലോഡ് ചെയ്താൽ എന്ത് വെച്ചാൽ ഒരു പക്ഷെ ഇൻവെർട്ടർ അല്ലെങ്കിൽ ബാറ്ററി ഫോൾട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇതൊരു ഫാക്ടറാണ്. ഇത് റിയാലിറ്റി ചെക്കാണ്. ഇനിയിപ്പോൾ നമുക്ക് ഒരു 3 ഫേസ് ഇൻവെർട്ടർ ആണെങ്കിൽ ഇതിനേക്കാൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സാഹചര്യമാണ് വരുന്നത്. ഞാൻ പറഞ്ഞിരുന്നു, നമുക്ക് ഇതിനു മുമ്പ് ഒരു ഹൈബ്രിഡ് ഇൻവെർട്ടർ മാർക്കറ്റിൽ ഇറങ്ങുന്നതിന് മുമ്പ് ഇൻവെർട്ടർ എന്ന് പറഞ്ഞ സംഭവം 3 ഫേസ് ആയിട്ട് നമുക്ക് കോമൺ ആയിട്ട് മാർക്കറ്റിൽ അവൈലബിൾ അല്ലായിരുന്നു. എന്തുകൊണ്ടാണ് ഈ 3 ഫേസ് സിസ്റ്റം വന്നപ്പോഴത്തേക്ക് ഹൈബ്രിഡ് സിസ്റ്റം വന്നപ്പോഴത്തേക്കും നമുക്ക് 3 ഫേസിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഇതിന്റെ കൺസ്ട്രക്ഷനും കാര്യങ്ങളും ഒക്കെ വേറെ തരത്തിലാണ്. ഒരു ചെറിയൊരു സ്കാഡ കൺട്രോൾ സിസ്റ്റം അതിൽ പ്രോട്ടോകോൾ ബേസ് ചെയ്യുന്ന ഒരു സംഭവം പോലെയാണെന്ന് വരുന്നത്. അപ്പൊ ഇതിനകത്ത് ബിൽറ്റ് ഇൻ കൺട്രോളേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം തീരെ ഇല്ലാത്ത ഒരു സംഭവം, അതായത് ഒരിക്കലും സാധാരണ കൺവെൻഷനൽ ആയിട്ടുള്ള മെത്തേഡിൽ നമുക്കൊരു 3 ഫേസ് ഇൻവെർട്ടർ സാധാരണ രീതിക്ക് മേക്ക് ചെയ്യാൻ പാടണം. അങ്ങനെ ഒരു സംഭവം ഈ ടെക്നോളജിയുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടാണ് നമുക്ക് ഈ ഒരു 3 ഫേസിൽ നമുക്ക് ഈ 3 ഫേസ് ഇൻവെർട്ടർ നമുക്ക് ഇപ്പോൾ ഹൈബ്രിഡ് സിസ്റ്റത്തിൽ കിട്ടുന്നത്. പക്ഷെ എന്നാലും നമുക്ക് മൊത്തം 5 കണ്ടീഷൻ ഉണ്ട് ഒരു ഹൈബ്രിഡ് സിസ്റ്റം, 3 ഫേസ് ഹൈബ്രിഡ് സിസ്റ്റം ഗ്രിഡിനെ സോഴ്സ് ആയിട്ട് എടുക്കാൻ. ഫസ്റ്റ് ഓഫ് ഓൾ KCB കറണ്ട് വേണം. ഞാൻ ഈ സിംഗിൾ ഫേസിൽ പറഞ്ഞാൽ 3 കണ്ടീഷൻ ഉണ്ട്. അതുപോലെ തന്നെ വേറൊരു സംഭവം ഉണ്ട്. അഡീഷണൽ ആയിട്ട് നമുക്ക് വേറെ കാര്യങ്ങൾ വരുന്നത്, അതായത് ഫേസ് RYB ഫേസ് പ്രോപ്പർ ആയിട്ടുള്ള സീക്വൻസിൽ വരണം.
ചില സമയത്ത് കേരളത്തിൽ കറണ്ട് പോയി കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ വൈയും ബിയും സീക്വൻസി മാറിപ്പോകാറുണ്ട്. അങ്ങനെ സിറ്റുവേഷൻ വരുവാണെങ്കിൽ ഇത് സോഴ്സ് 3 ഫേസ് ഇൻവെർട്ടറുകൾ സോഴ്സ് ആയിട്ട് എടുക്കണമെന്നില്ല. പിന്നെ ചില സ്ഥലങ്ങളിൽ ഫേസ് ടു ഫേസ് വോൾട്ടേജ് വലിയ വ്യത്യാസം വരുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴും എന്ത് പറ്റുമെന്ന് വെച്ചാൽ രാത്രി കാലങ്ങളിൽ അതായത് ഗ്രിഡിനെ സോഴ്സ് ആയിട്ട് എടുക്കാതെ ബാറ്ററിയിൽ നിന്ന് തന്നെ ഡ്രെയിൻ ചെയ്ത് പോകുന്ന സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ബാറ്ററി വെച്ചിരിക്കുന്ന മിനിമം കപ്പാസിറ്റി ബാറ്ററി ആണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ എത്രയാണോ ബാറ്ററി വരുന്നത് ആ ബാറ്ററി എത്രയാണോ ബാറ്ററി നമുക്ക് യൂസ് ചെയ്യാൻ കിട്ടുന്നത് അത്രയും കഴിഞ്ഞാൽ പിന്നെ ഇൻവെർട്ടർ ഓഫ് ആയിപ്പോൾ വേറെ ഒരു സോഴ്സുകൾ ഇല്ലാത്തത്. പിന്നെ ഇത് ഡെയുടെ മെഷീനാണ്. ഡെയുടെ ഈ സിസ്റ്റത്തിന് എങ്ങനെയാണെന്ന് വെച്ചാൽ സപ്പോസ് അങ്ങനെ ഫുൾ തീർന്നു പോയി ഓഫായി എങ്കിലും നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു വാല്യൂസും കാര്യങ്ങളൊക്കെ വെച്ച് പിറ്റേ ദിവസം സൂര്യൻ വന്ന് ബാറ്ററി നിറഞ്ഞൊരു എത്ര ശതമാനം ആകുമ്പോൾ ഈ സിസ്റ്റം തന്നെ അത് ഓൺ ആയിക്കോളും. ഒരു പ്രോബ്ലം ഇല്ല, തന്നെ അത് ബാക്ക് ടു നോർമൽ ആയിക്കോളും. 3 ഫേസ് സിസ്റ്റം ആണെങ്കിലും ഇങ്ങനെ തന്നെയാണ്. അപ്പം ഇതിനകത്ത് ഒരു ഹൈബ്രിഡ് സിസ്റ്റം ആണെങ്കിലും ചില കാര്യങ്ങൾ എന്താണ് നമ്മൾ നോക്കി യൂസ് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും ആ വീട്ടിൽ ഈ സിസ്റ്റത്തിനെ കുറിച്ച് മനസ്സിലാക്കി ഉണ്ടാവണം എന്നാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് എനിക്ക് ഈ വീഡിയോ കൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ബേസിക്കലി ഇതൊരു അഡ്വാൻസ് സിസ്റ്റമാണ്, അതുപോലെ തന്നെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റം കൂടെയാണ്. അപ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള ഇൻ്റഗ്രേഷൻ മാത്രമല്ല ഡിസൈൻസ് ആയിട്ടുള്ളതാണെങ്കിലും ഇപ്പോൾ PV സൈഡിലെ ഡിസൈൻ ആണെങ്കിലും ഇൻവെർട്ടർ സൈഡിലെ ഡിസൈൻ ആണെങ്കിലും ബാറ്ററി സൈഡിലെ ഡിസൈൻ ആണെങ്കിലും അത് പ്രോപ്പർ ആണെങ്കിൽ ഒരു പ്രോബ്ലം ഇല്ലാതെ വർക്ക് ചെയ്തോളും. ഇത് ആക്ച്വലി ഇപ്പോൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ട് 4 വർഷമായി. ഇതൊരു ബ്രൗൺ കളറിലെ ഇൻവെർട്ടർ നിങ്ങൾ കാണുന്ന ഇൻവെർജി എന്ന് പറഞ്ഞൊരു ബ്രാൻഡിനെയാണ്. അത് ആക്ച്വലി ഇതിന്റെ ഒറിജിനൽ മാനുഫാക്ചറർ ഡെയ് തന്നെയാണ്. ഇതുപോലെ പല ബ്രാൻഡിലും ഇത് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സീരീസിലുള്ള ഇൻവെർട്ടറുകളെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തായാലും എവിടുന്നെങ്കിലും അതിന്റെ പാർട്സും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അതാണ് ഇതിന്റെ ഒരു കാര്യം. പിന്നെ ഇതുവരെയും വേറെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ ഒരു ബാറ്ററിക്ക് ഇഷ്യൂ ഈ ഒരു 3 വർഷം കഴിഞ്ഞിട്ട് സംഭവിച്ചു. അപ്പോൾ അത് നമ്മൾ അയച്ചു. അതാണ് എൻ്റെ എക്സ്പീരിയൻസ്. അതിനിടയ്ക്ക് കസ്റ്റമർ ഒരു ബാറ്ററിയും കൂടെ ആഡ് ചെയ്തു. ഇപ്പോൾ ആക്ച്വലി ഈ ലോ വോൾട്ടേജ് സെയിം സീരീസുള്ള ബാറ്ററി ആണെങ്കിലും സെയിം സീരീസ് അല്ല, സെയിം ജസ്റ്റ് താഴെ ഇരിക്കുന്ന കുറച്ച് അപ്ഡേറ്റഡ് സീരീസ് ആണ്. അപ്പോൾ അതിന് കുറച്ച് സൈസ് വ്യത്യാസമുണ്ട്. ഇതൊക്കെയാണ്. അപ്പം നമ്മൾ ഇൻസ്റ്റലേഷൻ ചെയ്യുന്ന സ്ഥലം അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള പ്ലേസിലാണ്, അതിൻ്റെ ഡിസൈൻ പ്രോപ്പറാണ്, ഇല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ സാധാരണഗതിക്ക് ഒരു തലവേദന ഇല്ലാതെ വർക്ക് ചെയ്തോളൂ. പക്ഷെ എന്നാലും ഈ പറഞ്ഞ പോലെ എക്സ്റ്റേണലുള്ള സാഹചര്യങ്ങളിൽ എസ്പെഷ്യലി രാത്രി മൊത്തം നമുക്ക് യൂസ് ചെയ്യാനുള്ള ബാറ്ററി ഇല്ല എന്നുണ്ടെങ്കിൽ മനസ്സിലായി, നമുക്കിപ്പോൾ സാധാരണഗതിക്ക് നമ്മൾ മിനിമം ബാറ്ററി വെക്കുന്നത്. അതല്ല, നമുക്ക് അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഫുൾ ബാറ്ററി രാത്രി മൊത്തമുള്ള സാഹചര്യങ്ങളും ഫുൾ ബാറ്ററിന്ന് എടുത്ത് വർക്ക് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ബാറ്ററി ഡിസൈൻ ചെയ്യുവാണെങ്കിൽ ആ ഒരു പ്രോബ്ലം വരത്തില്ല. ലിറ്ററലി കറണ്ട് പോകുന്നൊരു സിറ്റുവേഷൻ വരത്തേയില്ല. അതല്ലെങ്കിൽ നമ്മൾ ഈ സാഹചര്യങ്ങളിൽ അതായത് ഗ്രിഡ് ഇൻവെർട്ടർ സോഴ്സ് ആയിട്ട് എടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ചില സമയത്ത് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഉറങ്ങുന്നതിന് മുമ്പൊന്നും ആപ്പെങ്കിലും ഒന്ന് ചെക്ക് ചെയ്ത് കിടക്കുകയാണെങ്കിൽ നന്നായിരിക്കും. അതാണ് എനിക്ക് ഈ മഴക്കാലത്ത് ഹൈബ്രിഡ് സിസ്റ്റമുള്ള എൻഡ് യൂസേഴ്സിനോട് പറഞ്ഞു തരാനുള്ളത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. എന്തായാലും നിങ്ങൾക്ക് എപ്പോഴും ഒരു അൺലിമിറ്റഡ് പവർ ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. താങ്ക് യു.